ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചായയിൽ അങ്ങ് സ്റ്റാർട്ടായേ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അത് കാരണം രാവിലെ എഴുന്നേറ്റ് വെള്ളയപ്പവും കടലക്കറി ഉണ്ടാക്കാനായിട്ട് അങ്ങ് കയറിയേ. മറ്റുള്ള പലഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. നമ്മുടെ ദോശമാവോ അപ്പത്തിന് മാവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തുവിടാൻ എളുപ്പമാണ്. പലപ്പോഴും മാവൊക്കെ അരയ്ക്കാൻ പറ്റില്ല, കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കുക. കാരണം 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് പൊക്കോളെ. ഇപ്പം ഇന്ന് ചെറിയ ദോശ ഉണ്ടാക്കിയാൽ നാളെ ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുത്തു വിടുന്നത്. കടല ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളക്കടലയാണ്. അത് പിന്നെ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങാക്കൊത്തും സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഞാൻ കടലക്കറി വെക്കാൻ നേരത്ത് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് പൊട്ടിച്ചെടുത്ത് അതിനുശേഷം നമ്മുടെ തേങ്ങാക്കൊത്ത് എടുത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തോട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലകൾ ഇടുകയും മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ച കടലയും കൂടെ ഇട്ട് റെഡിയാക്കി എടുക്കുകയും അങ്ങനെയാണ് കടല കറി വെക്കുന്നത്. പിന്നെ കടല വേവിക്കാൻ നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. നല്ലപോലെ വെളിച്ചെണ്ണ ഇട്ട് വഴറ്റി എടുക്കണം, നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കത്തില്ലേ. അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എന്തോ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് എവിടുന്ന ടെൻഷൻ വരുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് വായിലോട്ട് എനിക്ക് സംസാരം കിട്ടാറ് കൂടിയില്ലേ മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, കാരണം പല പൊട്ടത്തരങ്ങളും പറയും. ഇപ്പോൾ കിഴങ്ങ് കറിക്ക് ഞാൻ സവാള കറി എന്നൊക്കെ പറയും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ എടുത്ത് അപ്പത്തിൻ്റെ ബാറ്റർ എടുത്തിട്ട് നമ്മുടെ ദോശക്കല്ലിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലുണ്ടല്ലോ അതിനകത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കത്തേ ഉള്ളൂ. മറ്റേ അപ്പച്ചട്ടിയിലല്ല, നമ്മുടെ വെള്ളയപ്പമാണ്. ഇതിനകത്ത് ഈ മാവനത്തും ജീരകനും നമ്മുടെ കൊച്ചുള്ളി, തേങ്ങ, ഈസ്റ്റ്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. തലേന്ന് മോനോട് കറിവേപ്പില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ പോയി കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുന്ന ഗോഷ്ടികളാണ്. 8:30 സമയം, ഇതുവരെ ഒരുങ്ങിയിട്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ കിടന്ന് അലച്ച് ബഹളം വെച്ചാൽ മാത്രമേ അവൻ ഒരുങ്ങത്തുള്ളൂ. കാരണം ചേച്ചി ഇന്ന് ക്ലാസ്സിന് പോകുന്നില്ല, അത് കാരണം അവന് മടിയാണ് സ്കൂളിൽ പോകാനായിട്ട്. ആശാനാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല, കാരണം പനി പിടിച്ചിട്ട് സ്കൂളിൽ വിടുന്നില്ലായിരുന്നേ. ഇന്നാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇന്ന് തന്നെ അവന് പോകാൻ വീണ്ടും മടിയായിട്ട് അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. കടലക്കറി ഉണ്ടാക്കി ഇനി അവനെ കഴിപ്പിച്ച് അവനെ ഒന്ന് റെഡിയാക്കി വേണം സ്കൂളിൽ കൊണ്ടാക്കാൻ. ഞാൻ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവന് സ്കൂൾ ബസ്സിനൊന്നുമല്ല പോകുന്നത്, നടന്നു പോകാനായിട്ടും കുറച്ച് ദൂരമുണ്ട്. അത് കാരണം അവർ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാനും അച്ഛൻ ലീവിന് വരുമ്പോൾ അച്ഛനെ കൊണ്ടാക്കും, അല്ലാത്തപ്പോൾ ഞാൻ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കടലക്കറിയൊക്കെ റെഡിയായി. കുക്കറി കടല അടിച്ചെടുത്തപ്പോൾ തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നേ. വെള്ളം നല്ലതുപോലെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അത് അടച്ച് അവിടെ വെച്ച് പിന്നെ ലാസ്റ്റാണ് ഞാൻ ഒരു തവി കൊണ്ടിട്ട് ഈ കടലയും കിഴങ്ങും കൂടെ ഒന്ന് ഉടച്ചെടുത്തേ. നേരത്തെ മിക്സിയുടെ ജാറി വെച്ച് അരച്ച് ഇങ്ങനെ കുറച്ച് കടല എടുത്ത് അരച്ച് ചേർക്കുമായിരുന്നു. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുമായിരുന്നേ. പിന്നെ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മടിയും കാരണം ഞാൻ അതൊന്നും ചെയ്തില്ലേ. പിന്നെ പെട്ടെന്ന് അപ്പമൊക്കെ ചുട്ട് അവന് കഴിക്കാനും കൊടുത്തേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ.